बचपन की मोहब्बत को दिल से न जुदा करना, जब याद मेरी आए मिलने की दुआ करना, बचपन की मोहब्बत को। മനസ്സിലായില്ലേ? ഞാൻ അധികാരി, ഈ ചേറോൺ പ്രദേശത്തിന്റെ അധികാരി. ഇതോ ഇത് പേടിയാണ്. എനിക്ക് എന്താണെന്ന് അറിയില്ല, ഇതിനോട് ഭയങ്കര ഇഷ്ടമാണ്. ഇത് ഉണ്ടാക്കാനും എനിക്ക് വ്യത്യസ്തമാണ്. എന്താ വെച്ചാലേ എനിക്ക് വേറെ പണിയൊന്നും അറിയില്ല. ഇവനെ ആളത്ര ചില്ലറക്കാരനൊന്നല്ല കേട്ടോ. വലിയ വലിയ ആൾക്കാരുടെ ചുണ്ടിന്റെ ഇടയിൽ കയറി ഇരിക്കണവനാണ്. അവരുടെ ചിന്തകൾക്ക് ചൂട് പകരുന്നവനാണ്. എന്താ ഒന്ന് വലിക്കണം തോന്നുന്നുണ്ടോ? വേണച്ച വലിച്ചോളി, വലിച്ചോളി. അല്ലെങ്കിൽ വേണ്ട. പുകവലി ആരോഗ്യത്തിന് ഹാനികരമാണ് എന്നാണ്. എന്ന് വെച്ച് നിങ്ങളത് വലിക്കാതിരുന്നാലേ നമ്മളെ പള്ളയ്ക്കും ഹാനികരമാവും. എന്തേ അതാ ഇതിന്റെ ഉള്ളിലേ ഇന്റെ ഒരു ഇഷ്ടാണ്. എന്റെ കാജലിന്റെ പാട്ടാണ് ഇതില്. ഞാനേ ചെറുപ്പത്തിൽ ബോംബെയിൽ പോയപ്പോ എന്നെ പാട്ട് പഠിപ്പിച്ച ഉസ്താദിന്റെ മോളാണ് കാജല്. ഓളന്ന് ചെറിയ കുട്ടിയാണ്. ഓൾക്ക് ഈ പാട്ട് പെരുത്ത് ഇഷ്ടായിരുന്നു. കേട്ട് കേട്ട് ഞമ്മക്കും ഇഷ്ടായി. बचपन की मोहब्बत को दिल से न जुदा करना, जब याद मेरी आए मिलने की दुआ करना, बचपन की मोहब्बत को दिल से न जुदा करना, जब याद मेरी मिलने की दुआ करना. ചായ കിട്ടി നന്നായി. അരിമാനെയൊക്കെ വാർത്തിട്ടപ്പാ ദത്തായിന്റെ രുചി. ഇത് മുഖ്യ അന്റെ ഒരു സ്പെഷ്യൽ തന്നെയാണിത്. അല്ല, ഇത്ര നേരം ഇവിടെ കുത്തിരുന്നിട്ടേ ഈ പുകലൊന്നും നിങ്ങൾ വെട്ടിയിട്ടില്ല. ഈ കത്താണ് വെട്ടി കൂട്ടുന്നത്. കൊറേ ഉണ്ടല്ലോ പൊത്. എത്രയും പൊത് മൂപ്പരിക്കേ കൊറേ കത്ത് വരാണ്ട്. മറ്റേ ബോംബൈന്നൊക്കെ കാജലിന്റെ. ഇന്നാലേ ഇതല്ല കേട്ടോ, ഇത് ഞമ്മളെ നാസർമാരൂന്റെ കത്താണ്. ഇവിടെ വളർന്ന ചെക്കനാണ്, കൊറേ കഷ്ടപ്പെട്ടിക്കണ്. ഓടുക്കേതായാലും ഇപ്പൊ ദുബായി പോയി. ആരാവന ദുബായി പറഞ്ഞറിയാങ്ങൾക്ക്? അതിന്റെ അധികാരി ഞാൻ തന്നെയാണ്. തുടങ്ങി ഒരു അധികാരി. വെറുതല്ല നാട്ടുകാര് മുഴുവൻ ഇയാൾ അധികാരി അധികാരി വിളിച്ചിടേ. നമ്മൾ ഏതായാലും ഈ കത്തൊന്ന് അങ്ങോട്ട് വായിക്കട്ടെ. എത്ര വട്ടായിട്ടാ കത്ത് ഇങ്ങനെ വായിക്കണു? അതെ, ഈ ദുബായിന്ന് വരുന്ന കത്ത് വായിക്കണേന്റെ സുഖമൊന്നും നിങ്ങൾക്ക് പറഞ്ഞാ മനസ്സിലാവൂല. നിങ്ങൾ കേട്ടില്ലേ? എത്രയും ബഹുമാനപ്പെട്ട എന്റെ പ്രിയ ഭർത്താവ് വായിക്കുവാൻ. ഞമ്മള് വായിച്ചോളാം. ഈ കത്ത് വായിക്കാന് ഞമ്മക്ക് പാരിയോസാരൊന്നും വേണ്ടേ. അസ്സലാമു അലൈക്കും. ഞങ്ങളോട് സലാം പറഞ്ഞല്ലോ. ഞാൻ കത്ത് വായിക്കണേ. നമ്മളെ നാസർമാനുവിന്റെ കത്ത്. ഈ
കിട്ടിക്കണേ നിങ്ങൾക്കും നിങ്ങളോട് ഉമ്മാക്കും നിങ്ങൾക്കുണ്ട് നമ്മളെ ചിന്തണ്ടാണ്. ഇമ്മുട്ടിത്താത്തക്കും നമുക്കുണ്ട് ഷെറിനും ഷെറിയേ ഐ ഓൻ അവിടെ എന്തെങ്കിലും ഒരു പണിയെടുക്കുക ഓനെ ചുയിപ്പാക്കല്ലേ വെറുതെ സുഖമെന്നറിഞ്ഞതിൽ സന്തോഷിക്കുന്നു. അല്ലാഹുവിന്റെ കൃപയാൽ ഞങ്ങൾക്കും ഇവിടെ സുഖം തന്നെ. എന്തൊക്കെയാണ് നാട്ടിലെ വിശേഷങ്ങൾ? ഇവിടെ ദത്ത് വിശേഷ എല്ലാവർക്കും പരമസുഖാണ് എന്നാണ് എഴുതിക്കള. രവിയെ കാണാറില്ലേ? ഉണ്ടല്ലോ, ഓൻ കോട്ടും സൂട്ടും ഒക്കെ ഇട്ട് ഇതുവഴിയല്ലേ പോകാറ്. വക്കീലായതിന്റെ ഫോട്ടോ അയച്ചു തന്നിരുന്നു. ഞാൻ നാട്ടിൽ വരട്ടെ, നമുക്കൊന്ന് ആഘോഷിക്കണം. ആഘോഷിക്കും. ഒന്നായിട്ട് ആഘോഷിക്കണം. മൂന്നാർക്കും കൂടി കടപ്പുറത്ത് പോകണം. പോകും. അതന്നെ പോയതന്നെ. നാട്ടിൽ മഴയൊക്കെ ഉണ്ടോ? പിന്നെ മഴയാണെങ്കിൽ മഴന്നെ. വെയിലാച്ച വെയിലന്നെ. നിങ്ങൾക്കിപ്പോ പാട്ടും പരിപാടിയും ഒക്കെ ഉണ്ടാവുമല്ലോ അല്ലേ? ഉണ്ടല്ലോ. തെത്ത് പാട്ട് മോന് എപ്പ നോക്കിയാലും ഇതാ ഇതിട്ട് ഇങ്ങനെ ഈ ചവിടത്തും വെച്ചിരിക്കല എന്നെ പണി. എന്തേ ഉമ്മ ഞാൻ പറഞ്ഞ കാര്യമല്ലോ കുട്ടിയ. അത് ശരിയാണ്. ഇക്കൊല്ലത്തെ നേർച്ചയൊക്കെ ഉഷാറായില്ലേ? പിന്നെ ഈ കൊല്ലത്തെ നേർച്ചയല്ലേ നേർച്ച. തന്നെ എത്രകാലം ആൾക്കാരാണല്ലേ കൂടിയിരുന്ന്. പോത്തർച്ചി അത് മാണ്ടാത്തവർക്ക് കോയർച്ചി, തേങ്ങാച്ചോറ്, നെയ്ച്ചോറ്, പത്തിരി, പൊറാട്ട, ബിരിയാണി. നമ്മളെ ശാരദയും ചാത്തപ്പനും മഹമ്മദും എല്ലാരും ഇവിടെ ഇരുന്നിട്ടല്ലേ മരിച്ചത്. വിജയ് നേർച്ച ഉസ്സാലായിരുന്നു എഴുതിക്കളാം. അത് നമ്മൾ എഴുതിക്കോളാം. നാളെ നമ്മളെ നാസർമാനുവിന്റെ ഒരു കുറവുണ്ടായിരുന്നു ഉമ്മ. അതോ പറഞ്ഞത് കാര്യമാണ്. അല്ലോ ആരാണ് വരുന്നത് നോക്കുമ്പ നമ്മളെ മാനുവല്ലേ വരുന്നത്. പടച്ചോനെ നിന്റെ കുട്ടിയാണല്ലോ വരുന്നത്. കണ്ട കണ്ടുമ്മ, ഒരാളാകെ മാറിയിരിക്കുന്നില്ലേ? കേറി വാ മോനെ. വിജയ് ഇത്തർക്ക ആ, സുഖമടുത്ത്? വന്ന വിവരം ഞാൻ അറിഞ്ഞിരുന്നില്ല. എന്നിട്ട് നിങ്ങളാ ബൈക്കൊന്നും കണ്ടില്ലല്ലോ. വന്ന അന്നെ അങ്ങോട്ട് കേറി വരുന്നവര് ചേപ്രത്തരല്ലേന്ന് കരുതി ഞാൻ വന്നില്ല. രത്ത് ചക്രത്തരം ഓന്റെ കൂട്ടക്കാരും കുടുംബക്കാരും ഒക്കെ പല കൂടിയിരിക്കണേന്റെ ഇടയിലേക്ക് നമ്മളാണ് കേറി ചെല്ലുന്നത്. ശരിയാണോ? ഇച്ചോന്റെ ചെങ്ങായിയല്ലേ. അങ്ങനെ പറഞ്ഞു കൊടുക്കുന്ന നിങ്ങളിത് വർത്താനായി പറയണേ. പോട്ടെ, നമ്മളെ നേർച്ചയൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? നേർച്ചയൊക്കെ പൊടി പൊടിച്ചു. അന്നെ പറ്റിയിട്ട് പറഞ്ഞ് ആ നാവിൽ പറഞ്ഞ കൊള്ള കിട്ടിട്ടേ ഉള്ളൂ. അപ്പത്തിന് വെച്ച് പറഞ്ഞു ഇവിടെ ഇജ്ജ് വന്ന നേരത്തെ അത് കത്ത് ബാക്കിന് പൂരായിരുന്നു. അല്ലേ മുടിതാത്ത? ആ തന്നെ. നോക്കേ ഇജ്ജേ പിന്നെ നമ്മളെ ചെക്കനോടെ സുഖല്ലേ? ഓന് സുഖം തന്നെ, ഒരു കുഴപ്പമില്ല. ഓ പണിയൊക്കെ പഠിച്ചപ്പോ? ഓ പണിയൊക്കെ പഠിച്ചു. ഓ സാറാണ്. നോക്കേ മാനോ ആ ഇജ്ജേ മറ്റോനും കൂടെ നമുക്ക് കൊണ്ടാവേ. ഓനെ എറ്റാളല്ലേ ഓനെ ഇവിടെ ഒറ്റക്ക് ആയ മട്ട. എന്റെ ഉമ്മങ്ങളൊന്നും ഉണ്ടാതിരുന്നാല് വെറുതെ നാസർമാനൂര് അങ്ങനെ ബുദ്ധിമുട്ടിക്കുക. എനിക്കെന്ത് ബുദ്ധിമുട്ടാണ്? നിങ്ങളല്ലേ ദുബായിക്ക് വെച്ച് എനിക്കൊരു ജീവിതം ഉണ്ടായി തന്നത്. കണ്ടാ ഓ പറയുന്നട്ടെ എന്തായാലും എന്റെ തടിയൊക്കെ ഉഷാറായിക്കണേ. സാറേ ഇതൊക്കെ വിട്ട് ഉപ്പും ചോറും നിന്ന തടിയല്ലേന്ന്. അപ്പൊ എന്റെ മുടിയോ അതവിടെ ചൂടല്ലേ. തങ്ങൾ ഈ പാണ്ടാത്ത വർത്താനം ഓരോന്ന് പറയുന്നില്ല. അല്ല ഇത് ദത്ത് നോക്കിക്കാറ് ഒന്ന് കുടുക്കാൻ എന്തെങ്കിലും പോയി എടുത്തുകൊണ്ട് പോന്നാ. പഠിച്ചോനെ നമ്മളെ നാസർമാരുടെ കണ്ട പന്തം വിട്ടുന്ന ഇപ്പൊ കൊണ്ടുവരാ.
നമ്മളെയൊക്കെ താങ്ങി നിർത്തുന്നത്. രബീനെ കണ്ടിരുന്ന ഇല്ലമ്മ. ഓനാ വക്കീലിന്റെ കോട്ടും സൂട്ടും ഒക്കെ ഇട്ടിങ്ങനെ പോണ് കാണുമ്പോ തന്നെ മനസ്സിനൊരു സുഖാണ്. പാവാണ്. ഓനും ഓന്റെ അമ്മയും കൊറേ കഷ്ടപ്പെട്ടിക്കണ്. ഓരോരു ജീവിതം ഉണ്ടായി കൊടുത്ത് നിങ്ങൾ തന്നെയാണ്. ഇങ്ങനത്തെ ഇവിടുത്തെ കുട്ടിയോൾ തന്നെയാണ്. സാറായിക്കണ്. ഇവിടെ വന്ന അമ്മക്കൊന്ന് കൂടണ്ടോ? നാളെ ഇജാ വിവരം കത്തിൽ എഴുതിയത് ഇങ്ങനെ വായിച്ചപ്പോ തന്നെ നമുക്കിങ്ങനെ ചിരി വന്നിട്ട് നമുക്ക് രവീനും കൂട്ടി കോഴിക്കോട്ട് കടപ്പുറത്തൊന്ന് പോണം. ഒന്നോയില്ല പാപ്പ എങ്ങട്ടുമില്ല ഒരു തൊഴിലും പോലത്തിൽ വരുമോ? കുറച്ച് കാര്യങ്ങൾ ഏൽപ്പിക്കാൻ ആൾക്ക് വേണ്ട. ഇത് കുറച്ച് പൈസ നമ്മളെ കുന്നത്തെ അമ്പലം പുതുക്കി പഴയണ ഒരു പരിപാടി തന്നെ. ഇതായിട്ട് കൊടുക്കണം. കമ്മിറ്റിക്കാരെനിക്ക് അതെ നിങ്ങൾ വേണ്ടേ മതി. നല്ല കാര്യം കുട്ടി ചെയ്തത്. ഗോപാലൻകുട്ടി വന്ന ഞാൻ കച്ചാലം അങ്ങോട്ട് കൊടുത്തത്. ഉമ്മ ഇപ്പൊ അങ്ങോട്ട് ഇത് നമ്മളെ LP സ്കൂളിലെ മതിലിന്റെ പണി. ഇതും നിങ്ങളാണ് കൊടുത്തത്. ഹെഡ് മാസ്റ്റർ നിങ്ങളെടുത്ത് വരും. അന്നെ പറിച്ചോ കാക്കുട്ടോ. ഇനി എന്തായാലും വെള്ളടിക്കുമ്പോ കുട്ടിയോട് റോട്ടുമേക്ക് പാഞ്ഞു വരൂലല്ലോ. മുട്ടിയേ ഇത് ഹെഡ് മാസ്റ്റർ പറഞ്ഞാൽ കൊടുക്കുക. നാസർമാന് തന്നതാണെന്ന് പ്രത്യേകം പറഞ്ഞു. ഇത് നമ്മളെ ഗണപതിന്റെ മോളെ കല്യാണത്തിന്റെ ചെലവിലല്ലേ? പഠിച്ചോനെ അള്ളാന്റെ മുന്നില് എന്റെ കുട്ടിക്ക് 100 പുണ്യം. ആനുവാ അതിച്ച് നേരിട്ടാണ് കൊടുക്കണതല്ല അതിനൊരു രീതി. അത് മാടക്ക അയാളത് മുഴുമ കുടിച്ചാണ് തീർക്കും. നിങ്ങൾ എന്നെ ഏൽപ്പിച്ചാൽ സാറിന്റെ കാടിവെള്ളത്തിന് വരുമ്പോ നമ്മൾ ഇതാണ്ട് കൊടുക്കും. മാന് തന്നതാകട്ടെ എന്തേ നമ്മൾ എല്ലാരും കൂടെ ഈ കല്യാണം ഉസാറായിട്ട് നടത്തും. അതന്നെ മറക്കാനല്ലോ എല്ലാരും സ്നേഹിക്കാനല്ലേ നിങ്ങളെ നമ്മളെ പഠിപ്പിച്ചിരിക്കുന്നത്. ചിരിക്ക ഇതെത്താ കഴിഞ്ഞ് കണ്ടിട്ട് ഇത് നിങ്ങൾക്ക് നമ്മളെ വക ഒരു ജുബ്ബ. ഇത് കളിക്കിട്ട ആദ്യമായിട്ടാണ് ദുബായിൽ നിന്ന് നമ്മക്കൊരു ജുബ്ബ കിട്ടുന്നത്. ഇനി ഞാൻ ഇതിട്ടിട്ടൊന്നാണ് ബാലൻസും മുട്ടിയ തന്നെ ഇതേ തൊടാൻ തന്നെ നല്ല സുഖണ്ട് തന്നെ. എന്നാലേ ഇന്ന് ഞാൻ ഇതിട്ടിട്ട് ഒരു ബരബാണ് വരും. പോയിക്കോളികളന്ന് നിങ്ങളുടെ പേര് വാസന പോലെ നിർത്തണം. ഞാൻ അത്ര നല്ലൊന്നല്ല. ഇതാണ് വായിക്കാടി. ആൾക്ക് വാങ്ങിച്ചാൽ ഇന്നോട് പറഞ്ഞാൽ പോലെ ഞാൻ വാങ്ങി തരൂലേ. ഇങ്ങോട്ട് പേര്
എന്തേ നിങ്ങളിങ്ങനെ ചിന്തിക്ക്. ഇതാണോ? ഇത് നിങ്ങൾക്ക് വാഴ. പടച്ചോനെ, നമുക്കത് വാഴയ്ക്ക്. കാണണം. രവിക്ക് വക്കീൽ ഭാഗം പഠിക്കേണ്ട ആവശ്യത്തിന് ആകെ കൈമേലുണ്ടായിരുന്ന ഒരേ ഒരു വള ഊരി കൊടുത്ത ആളാണ് നിങ്ങൾ. രവിക്ക് വേണ്ടി ഇതെങ്കിലും ചെയ്യണ്ടേ? അല്ലെങ്കിൽ ആരും മനസ്സിലാണ് ആ കഴിച്ചിട്ട് കാര്യമില്ല. ഉമ്മ, ഇച്ച് വാങ്ങിക്കോ. അത് ആങ്ങളെ തരുന്നതല്ലേ. ഇതാ. ഇജ്ജ് ധൈര്യമായിട്ട് വാങ്ങിക്കോ. അതിന്റെ അധികാരം തന്നെയാണ്. ആ കഴിച്ചിട്ട് നിന്റെ ഈ കളി ചീയൊക്കെ പൊട്ടിക്കള്ളു. ഉള്ളില് തിരിച്ചാണോ തിരിച്ച്? എന്താ കൊണ്ടുപോയി സത്യം പറയാണെന്ന് ഞാൻ ഉറങ്ങിയിട്ട് തന്നെ കുറേ ദിവസമായി. ഈ കത്തൊന്ന് വായിച്ചു നോക്കൂ. കഴിഞ്ഞ 27 വർഷമായി ഞാൻ നിങ്ങളെ മനസ്സിൽ കൊണ്ടു നടക്കുകയാണ്. ഒരു കാര്യത്തിലും നിങ്ങളെ ബന്ധപ്പെട്ടിരിക്കുന്നു. ഒരു കാര്യം ഇതുവരെ ആവശ്യപ്പെട്ടിരിക്കുന്നു. എനിക്ക് നിങ്ങളെ ഒന്ന് കാണണം. അതിനുവേണ്ടി മാത്രമാണ് ഞാനിപ്പോൾ ജീവനോടെ ഇരിക്കുന്നത്. ഇനിയും വൈകിയാൽ അതിന് സാധിച്ചു എന്ന് വരില്ല. കത്ത് ചുരുക്കുന്നു. സ്വന്തം രാജൻ. രാജൻ എന്നോട് ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ ചെറുപ്പത്തിൽ ബോംബെ പോയ കാര്യം. അവിടെ എന്നെ സംഗീതം പഠിപ്പിച്ച ഉസ്താദിനൊരു മോളുണ്ടായിരുന്നു. രാജൻ ഈ കഥകളെ എത്ര വട്ടം പറഞ്ഞു? ഓൾക്ക് ഇപ്പോൾ 42 വയസ്സായിട്ടില്ല. ഞാൻ ബോംബെയിൽ നിന്ന് പോന്നിട്ട് 27 വർഷമായി. ഉസ്താദിന്റെ ബംഗ്ലാവില് എന്നും കവാലി നടത്താറുണ്ട്. ചിലപ്പോ ഞാൻ പാടും, ഇല്ലെങ്കിൽ അവനെയോ ഹാർമോണിയോ വായിക്കും. അതൊക്കെ ഒരു കാലം. ഞാൻ അവിടുന്ന് പോന്നതിന് ശേഷം കാജലിക്ക് കത്തെഴുതാറുണ്ട്. ആദ്യമൊക്കെ അത് വെറും കത്തുകളായിരുന്നു. പിന്നെ പ്രേമലേഖനായി മാറി അല്ലേ? അതിൻ്റെ ഇടയ്ക്ക് ഓളെ കല്യാണം കഴിഞ്ഞു. ഓൾക്കൊരു പെൺകുട്ടി ഉണ്ടായിരുന്നു. രാഷ്ട്രീയക്കാരനായ ഓളെ ഭർത്താവിനെ അടിയന്തരാവസ്ഥ കാലത്ത് കാണാനില്ലാത്തപ്പോൾ ഓളിനെ അറിയിച്ചിരുന്നു. ഉസ്താദിന്റെ മരണം ഓൾ കത്തുമുഖാമിനെ അറിയിച്ചു. അതൊക്കെ ശരി. പക്ഷേ ഇത്ര സങ്കടപ്പെടാൻ മാത്രം എന്താ ഉള്ളത്? ഇന്ന് അടുത്ത കാലത്ത് ഓളയക്കുന്ന കത്തുകളിൽ പ്രണയമില്ല, സംഗീതമല്ല, കരട് നീക്കുന്ന വേദനകൾ മാത്രമാണ്. അവ എന്നെ ഉറങ്ങാൻ സമ്മതിക്കുന്നില്ലടോ. കണ്ണടച്ചു കഴിഞ്ഞ ഓളെ രൂപമാണ്. എനിക്ക് ഓളൊന്ന് കാണണം. എന്നോടല്ലാതെ വേറെ ആരോടും ഞാനൊന്ന് പറയാം. നിങ്ങൾ സങ്കടപ്പെട്ട് നിങ്ങൾ ആ സ്വപ്ന സുന്ദരിനെ ഇരിക്കൊന്ന് കാണണം. നിങ്ങളെ കരയില്ല.
നിങ്ങളെ കണ്ണീര് അത് എനിക്ക് സഹിക്കില്ലേ അവിടെ ഞാനേ രവിനെ കൂട്ടി വരാം നമ്മക്കവിടെ പോവാന്ന് തൽക്കാലം ഉമ്മയും മുട്ടിത്താത്ത ഒന്നും അറിയണ്ട നമുക്ക് വേറെ എന്തെങ്കിലും പറയാം നിങ്ങൾ സമാധാനം വെച്ച് വെച്ചോളൂ നിങ്ങളെ സാധനങ്ങളൊക്കെ ഇത് വെച്ചിട്ട് നിങ്ങൾ റെഡി ചെയ്യുന്നു ഞാൻ രവിനെ കൂട്ടിയിട്ട് അതൊക്കെ എത്ര കാലാണ് എന്നെ കണ്ടിട്ട് ഈ ആളാകെന്ന് മാറിയിട്ടുണ്ട് കേട്ടോ. ഈ വന്ന വിവരം ഞാൻ അറിയാനാണ്. അങ്ങോട്ട് വന്നിട്ട് എന്നെ കാണുമെന്ന് വിചാരിച്ചു വന്നു. വലിയ ആളായിരുന്നു. അതുകൊണ്ടൊന്നല്ല, എന്നും കോടതിയും കേസും അഫിഡാവിറ്റും പേരും ഇതൊക്കെ ഒരു ചെറിയൊരു തിരക്ക്. ആ എന്നാലും ഞാൻ മിക്ക ദിവസവും അധികാരിക്കാക്കാനും ഉമ്മേനെ ചെന്ന് കാണുക. എന്താ വെച്ചാല് വന്ന വഴി മറക്കാൻ അത് ഇന്നെ കൊണ്ടാവില്ലതാണ്. നമ്മക്കേ കോഴിക്കോട്ട് കടപ്പുറത്തൊക്കെ ഒന്ന് കറങ്ങണ്ടേ? പോണം പോണം, എന്തായാലും പോണം. അധികാരിക്കാക്കാനും കൂട്ടാം. അത് പറഞ്ഞപ്പോഴാ എനിക്ക് എന്നോട് സീരിയസ് ആയ കാര്യം പറയാം. എന്ത് കാര്യം ഇപ്പൊ ഞാൻ തീർപ്പാക്കും. അതിനുള്ള വകുപ്പും ക്രോസൊക്കെ ഇപ്പൊ എനിക്കറിയാം. എടാ ഇന്റതല്ലേ നമ്മളെ അധികാരിക്കാക്കാൻ്റെ ഒരു പഴയ കേസില്ലേ? അധികാരിക്കാക്കാക്ക് എന്ത് കേസ്? വക്കീലായ ഞാൻ അറിയാതെ. ഇനി ഭൂസ്വത്വപരമായ വല്ല കേസും അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതിന്റെ വകുപ്പും സെക്ഷനൊക്കെ ഒന്ന് നോക്കേണ്ടി വരും. അതല്ലടാ, മൂപ്പർ ആ ബോംബെയിലെ പഴയ കേസില്ല. അതാ. ബോംബെയിലോ? ഇനി ഇയാൾ അവിടുത്തെ അധോലോകത്തിൽ കളിച്ചിട്ട് കേസായപ്പോ മുങ്ങിയതങ്ങണ്ട്. ആരോ എന്നാ ആ കേസ് ഇന്ത്യയിൽ ഒതുങ്ങുന്ന് തോന്നുന്നു കേട്ടോ. ഇവതെത്താ പറയുന്നത്? മൂപ്പര ഉസ്താദില്ലേ, ഉസ്താദിന്റെ മോളിലെ കാജല്. കാജല് പറഞ്ഞത് ഇപ്പൊ മനസ്സിലായി. ഇത് ആദ്യം പറയണ്ടേ? അതിപ്പോ എന്താ കേസ്? മൂപ്പർക്ക് അവിടുന്ന് ഒരു കത്ത് വന്നു. അത് വായിച്ചതിന് ശേഷം മൂപ്പർക്ക് ഊടുമില്ല ഉറക്കമില്ല. ഞാനത് വായിച്ചു. സംഭവം സീരിയസ് കേസാ. മൂപ്പർക്കൊന്ന് അവിടെ പോകണം, ഓരൊക്കെ ഒന്ന് കാണും വേണം. ഒറ്റയ്ക്ക് കാണിച്ചാൽ പോകാനും പറ്റ. അമ്മക്കട മൂപ്പരെ കൂടെ ഒന്ന് പോയി കാണും, ഓരൊക്കെ ഒന്ന് കാണിച്ചിട്ട് പോട്ടെ. പോയാ മതി. അല്ല പിന്നെ എടാ മാനു, ഇതെന്തറിഞ്ഞിട്ടാ പറയുന്നത്? അത് കേസ് വേറെ അടഞ്ഞാണ്ട് പെടും. ബോംബെയാണത്, ബോംബെ. നമുക്ക് പിന്നെ ദുബായിക്ക് തിരിച്ച് പോകാൻ കൂടി പറ്റിക്കോളന്നില്ല കേട്ടോ. ഒന്നും ഉണ്ടാവില്ലടാ, നമ്മക്കൊന്ന് പോവാ. മൂപ്പരെ കാണിക്കാൻ ഞാൻ ഇല്ലാന്ന് പറഞ്ഞില്ല, ഞാൻ വരില്ല. മൂപ്പരൊരു കാര്യമാണ്, ഞാൻ വരില്ലാന്ന് പറഞ്ഞാൽ വരില്ല. മാത്രമല്ല മൂപ്പരൂടെ കുടുംബ കുട്ടികളൊക്കെ ആയിട്ട് മാനി മര്യാദയ്ക്ക് കഴിയാം. അത് കൊളാക്കാൻ ഞാൻ ഇല്ല. അങ്ങനൊന്നും ഉണ്ടാവില്ലടാ. നമുക്കൊന്ന് പോയി എടാ മൂപ്പര് ഉമ്മ അറിഞ്ഞുള്ള അവസ്ഥ ആലോചിച്ചു. ആരും അറിയില്ലടാ. ആര് പറഞ്ഞു? നോക്ക് ഇവിടെ നോക്ക്. അനക്കും എനിക്കൊക്കെ പറഞ്ഞ തീരത്തെ കടപ്പാട് കിട്ടിട്ട് ആ കുടുംബത്തിനോട് അത് മറന്നിട്ടുള്ള ഒരു കളിക്കും ഞാൻ ഇല്ല. നമ്മളാകെയുള്ള ഒരാളല്ലേ, മൂപ്പർ പറയുമ്പോ നമ്മളെ ചെയ്യണ്ടേ? ഞാൻ ഇല്ല, ഞാൻ വരില്ല. ആരും ഞാൻ വരില്ല എന്ന് പറഞ്ഞാൽ വരില്ല. മാനും എന്താ കാട്ടുന്നത്? ഒന്ന് നമുക്ക് അത് വരും. മൂപ്പരാ നമ്മള് വേണ്ട സാധിക്കും. എന്നാല് നമ്മള് ഡൽഹിക്ക് പോവാണെന്ന് ഉമ്മേനോട് പറഞ്ഞാൽ മതി. എൻ്റെ ഒരു കേസിൻ്റെ ആവശ്യത്തിന്. എന്നിട്ട് വരുന്ന വഴിക്ക് ബോംബെയിലൊന്ന് ഇറങ്ങി അവരൊന്ന് കാണുക, പോരുക. എന്താ പ്രശ്നം വെച്ചാല് ഉമ്മേനോട് നുണ പറഞ്ഞ് പിടിച്ചു നിൽക്കാൻ പാടാടാ. എടാ എന്റെ ബിസിനസിന്റെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ പോരെ? അത് പറ്റൂ. എന്നാലും മതി. ബിസിനസ് ആകുമ്പോൾ കേസും വാദിക്കാനൊരു വക്കീലൊക്കെ വേണമല്ലോ. എന്തായാലും
തിരിച്ചു വരുന്ന വഴി ബോംബെയിൽ ഒന്ന് ഇറങ്ങുക, അവരെ കാണാൻ പോരാ. എടാ ഒരു സമ്മതം. ഇതാണ് എന്റെ പ്രശ്നം. എടാ ഒറ്റ സമ്മതം. അങ്ങനെയാണെങ്കിൽ ഞാൻ വരില്ല കേട്ടോ, ഞാൻ വരുന്നില്ല. പറ്റാണെന്നുണ്ടെങ്കിൽ പോവുക, അവരെ കാണാൻ പോരാ. ബോംബെയിൽ ഇറങ്ങാ ഓരെ കാണാ. ഞാൻ അതിന് മാറ്റം വരുത്തില്ലേ. ഒന്നാമത് ഈ കേസ് ഞാൻ എടുത്തല്ല മാനും. അതിന്റെ ഓനെന്താ കേസുണ്ട് രവിയുണ്ടമ്മ. ഒരു 2 ദിവസത്തെ യാത്രയുള്ളമ്മ. 3 ദിവസം. ഒരു 5 ദിവസം. 5 അന്നാണ് നമ്മൾ അറിഞ്ഞിട്ടില്ലേട്ടാ. ഞാൻ ഇതൊക്കെ ഒരുക്കി വെച്ചിട്ട് പറയാന്ന് കഴിഞ്ഞിട്ടേ ഉമ്മ. രവിയുണ്ടമ്മ. അതുകൊണ്ട് ഇപ്പൊ എന്താ കാര്യം? ഓങ്ങനെ വേണ്ടാത്ത കാര്യങ്ങൾക്കൊന്നും പോരില്ല. നിങ്ങൾക്ക് അറിഞ്ഞൂടെ? ഓ വന്ന നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ. ഓപ്പ വരാന്ന് പറഞ്ഞിട്ടും ചെയ്യും. അത് കാണാനും പറഞ്ഞില്ല. സമയം കഴിഞ്ഞ വേഗത്തോടെ പോവാ. എന്തെങ്കിലും തരാനാവും. നമ്മളെ എങ്ങോട്ട് പോവാന്ന് പറഞ്ഞു? ഡൽഹിക്കാണ് ഉമ്മ. മാനുവിന്റെ ഒരു കേസിന്റെ ആവശ്യത്തിന്. ഞാൻ എന്തിനാ പോണത്? ബിസിനസ് ആവുമ്പോ കേസും ബാധിക്കാനൊരു വക്കീലൊക്കെ വേണ്ടേ? അതിനാണ്. എന്താണ് കണ്ണിന് പറ്റി? അധികാരിക്കാക്ക ഉമ്മാന്റെ കണ്ണട മാറ്റാനായിരിക്കും കേട്ടോ. ഇത് വെച്ചോളി. ഡൽഹിക്കാണ് ഉമ്മ. ഡൽഹിക്കാണ് ഉമ്മ. ഞങ്ങളൊരു ടൂറ് പോവാണ് ഉമ്മ. ഒന്ന് സമ്മതിക്കും മുജിതാത്ത, ഒന്ന് സമ്മതിപ്പിക്കും ഉമ്മേനെ. ഉമ്മ സമ്മതിക്കും? സമ്മതിക്കൂലേ? ഇവര് പറഞ്ഞാണ് ഉമ്മയോട് നോണ പറഞ്ഞാ മതിയെന്ന്. ഉമ്മ സമ്മതിച്ചു. ഒന്നും നോക്കല്ല, വേഗം കളി പോവാ. ഉമ്മ സമ്മതിച്ചു. പോ. ആ പഴയ ഉസ്താദില്ലേ മൂപ്പരെ പെരയിലൊന്ന് കേറിക്കളാം. അന്നോട് ഞാൻ പറഞ്ഞില്ലേ, അഷ്ടേന്റെ കണ്ണും ഭൂമിയിലെ പുക്കൾ കണ്ട് ഉമ്മാനെ പറഞ്ഞ് പറ്റിക്കാൻ പറ്റൂലെന്ന്. നിങ്ങൾ കുഴപ്പമില്ല. അതെ, ഏതായാലും പോവല്ലേ, എന്നാ പിന്നെ കാജലിനും കൂടി കണ്ടാളിട്ടാ. ഒരു കൊട്ട
കാണാൻ വേണ്ടിയിട്ടായിരുന്നു. ബാബുബായ്, ആ ഞാൻ കാജലിന്റെ മകളാണ്. മെഹർബാൻ എന്ന പേര്. ഞാനെന്തെങ്കിലും കൊണ്ടുവരാം. അല്ല അധികാരി കാക്ക, നിങ്ങള് ഇവിടെ ബാപ്പുബായി എന്നാ വിളിക്കുക? അതെ, ബാപ്പുബായ്. ശരി. അപ്പൊ നിങ്ങൾക്ക് ചെല്ലുന്നോടത്തൊക്കെ ഓരോരോ പേരാണല്ലേ? കുട്ടിയല്ല മലയാളമൊക്കെ പറയണ്ടല്ലോ. ആ, ഞാൻ കാജലിന് ഞാൻ തരക്കേടില്ലാതെ മലയാളം പഠിപ്പിച്ചു കൊടുത്തിരുന്നു. അതിന്റെ ഒരു കൊണാണ് മോക്ക് കിട്ടിയിരിക്കുന്നത്. അത് ശരി. അപ്പൊ ഉസ്താദിന്റെ മോളെ മലയാളം പഠിപ്പിച്ച ഉസ്താദ് നിങ്ങള്. ഉസ്താദോങ്കി ഉസ്താദ്. ആ പനിയാ പനിയോ. ജമി അഡ്വക്കേറ്റ്. ഓ, അഡ്വക്കേറ്റ്. ഉമ്മ പറഞ്ഞിട്ടുണ്ട്. നാസർ മാനു നാസർ മാനു ഗൾഫ് മാൻ. എല്ലാവരെയും അറിയാം. എങ്ങനെ? അത് ചിട്ടി, ലെറ്റർ, കത്തിലൂടെ. അധികാരി കാക്ക, ഞങ്ങളെ പറ്റിയിട്ടുള്ള എല്ലാ വിവരവും നിങ്ങൾ കത്ത് കൂടെ കൊടുത്തിട്ടുണ്ടല്ലേ? നിങ്ങളെ പറ്റി അല്ലാതെ ഞാൻ ആരെ പറ്റിയാ കത്ത് ചെയ്ത? നിങ്ങളിപ്പോ ഇവിടുന്ന് പോയിട്ട് എത്ര വർഷമായി? ഞാൻ 28 വർഷമായി. പിന്നെ ബോംബെയിൽ വന്നിട്ടേ ഇല്ല? ഇല്ല. ഇപ്പോഴും സംഗീതമൊക്കെ ഉണ്ടോ? പിന്നെ ഉമ്മയെ കാണണ്ടേ? അതിനല്ലേ ഞങ്ങൾ വന്നതേ. ഉമ്മയെ കാണാം. ഉമ്മാക്ക് സന്തോഷാവും. ഞാനേ വിളിക്കാം. അവരിപ്പോ വരും. ഇതെന്താണ് നിങ്ങളൊരു കോലം? നാസമാനോ, ഇതൊന്ന് ശരിയായി കൊടുത്ത. കാജലിനെ കാണാൻ വരുമ്പോങ്ങള് ഒരു വൃത്തിയിലും വെടുപ്പിലും വന്നൂടെ അധികാരി കാക്ക. ഒതുകിടത്തിരി ഇപ്പൊ ഉഷാറായി. ഇങ്ങനെ വേണം. ആ പിന്നെ വേറൊരു കാര്യം കേട്ടോ. ഇവിടെ ഒന്ന് അവര് വരും, കാണുക, പോരുക. ഒരു ദിവസം ഇവിടെ നിന്നു. അങ്ങനെ മാനോ? ഇല്ല. കാണുക, പോവാ. കേട്ടോ, അവിടെ ചെന്നിട്ട് കേസും കാര്യങ്ങളും പല പരിപാടി. ഇല്ല, സമ്മതിക്കൂല. ഞാൻ സമ്മതിക്കില്ല. ശരി. ആ ഞങ്ങൾ സന്ദർശകരാരെയും അനുവദിക്കാറില്ല. നിങ്ങൾ ദൂരേന്ന് വന്നതല്ലേ, കാണാം. ഉമ്മക്ക് അത് സന്തോഷാവും. പിന്നെ ഉമ്മയോട് രോഗത്തെ പറ്റിയൊന്നും ചോദിക്കരുത്. ഉമ്മ ഉമ്മ देखो कौन आया है, देखो केरल से, കേരളത്തിൽ നിന്ന് ഉമ്മ നോക്കുമ്മ.
കുമാരന് ഏറ്റവും ഇഷ്ടപ്പെട്ട ആഹാരം ചൂടുള്ള പൊറോട്ടയില് പാലും പഞ്ചസാരയും കൂട്ടി കുഴച്ചത്. വേണ്ട, കുറച്ച് സമയം കൂടി നിന്നോളൂ അല്ലേ? കൊറേ കാലായി ഉമ്മയുടെ ഇതുപോലുള്ള ഒരു ചിരി കണ്ടിട്ട്. ഇന്ന് രാത്രിയെങ്കിലും സന്തോഷത്തോടെ ഉറങ്ങിയാ മതിയായിരുന്നു. വേണ്ട, നമുക്ക് പോവാം. വേണ്ട അധികാരി കാക്ക, ഞങ്ങൾ ഇവിടെ വെയിറ്റ് ചെയ്തോളാം. ചെറുവിൽ നിന്നോളി കളി.
ഇല്ലേ സ്വന്തം മോളായിട്ട് യാ വലി അല്ലാഹ് പൊലിവേ യാ ഹബീബല്ലാഹ് യാ ഖലീലുല്ലാഹ് സബ്ബിഹ് ഇസ്മിഹിൽ അലാ യാ വലി അല്ലാഹ് പൊലിവേ യാ ഹബീബല്ലാഹ് യാ ഖലീലുല്ലാഹ് സബ്ബിഹ് ഇസ്മിഹിൽ അലാ ഫീഹി മാൽ ഫീഹി ആയതായതിലായേ കൂലൂ അലിഫ് ലാം മീം റാ സബ്ബിഹ് ഇസ്മിഹിൽ അലാ അലിഫ് ലാം മീം റാ സബ്ബിഹ് ഇസ്മിഹിൽ അലാ ബാക്കിയാകാലം ബാക്കിയാകുന്നോരേ മോലാ സജിത്ത് ബിജി ബാലു കോട്ടയ്ക്കൽ ആതിര ബിനീഷ് കുർബാനി ഊർമിള മേലേതിൽ